കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലെ തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിൽ സ്വർണ്ണ നെറ്റിപ്പട്ടം ഉരുക്കിയതിലും സ്വർണ്ണ കിരീടത്തിലെ രത്നക്കല്ലുകൾ നീക്കിയതിലും ദുരൂഹത. 2008-ലും 2016-ലും നടന്ന തിരിമറികളിൽ അന്വേഷണം നടന്നിട്ടില്ല. നിഷ ദിലീപ് ചേരുന്നു. നിഷ, പറയൂ കൂടുതൽ വിവരങ്ങൾ. രോഹിണി, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളകൾ സംബന്ധിച്ച വാർത്തകൾ പുറത്തു വരുമ്പോൾ ഈ ദേവസ്വം ബോർഡിന് കീഴിലുള്ള പല ക്ഷേത്രങ്ങളിലും ഇതാണ് അവസ്ഥ. അങ്ങനെ കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള തൃപ്പൂണിത്തുറയിലെ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള സ്വർണം കവർച്ച ചെയ്യപ്പെട്ടു എന്നുള്ള പരാതികളാണ് പുറത്തു വരുന്നത്. പൂർണ്ണത്രയീശ സേവാ സംഘമാണ് ഈ ഒരു പരാതിയുമായി രംഗത്ത് വന്നിട്ടുള്ളത്. 2003-ലും ഒപ്പം തന്നെ 2016-ലും ഇത്തരത്തിൽ സ്വർണം നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ക്ഷേത്രത്തിൽ സംഭവിച്ചു, അല്ലെങ്കിൽ ഒരു സ്വർണ്ണ മോഷണം തന്നെ നടന്നു എന്നുള്ള പരാതിയാണ് പുറത്തു വരുന്നത്. ഇതിൽ ഈ പൂർണ്ണത്രയീശൻ്റെ നെറ്റിപ്പട്ടം ഒരുക്കിയത് 2016-ലാണ്. 2003-ൽ ഈ സ്വർണ്ണ കിരീടത്തിലെ രത്നങ്ങൾ അത് കൊച്ചിൻ ദേവസ്വം ബോർഡ് തൃശ്ശൂർ ഓഫീസിലേക്ക് കൊണ്ടുപോവുകയും ഈ കല്ലുകൾ, മകുടത്തിലെ സ്വർണ്ണ കിരീടത്തിലെ രത്നങ്ങൾ ഇത് കൃത്രിമ കല്ലുകളാണ് എന്നുള്ള രീതിയിലുള്ള പ്രചരണമൊക്കെയാണ് നടത്തിയത്. പിന്നീട് ഈ കിരീടം മുംബൈയിലേക്ക് കൊണ്ടുപോയി എന്ന് പറയുന്നുണ്ട്. ഇത് സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം ഉണ്ടായിരുന്നു. അന്ന് ഭക്തർ പരാതി നൽകിയതനുസരിച്ച് വിജിലൻസിൻ്റെ അന്വേഷണം ഉണ്ടായിരുന്നു. പക്ഷേ ഈ വിജിലൻസ് അന്വേഷണം പോലും അട്ടിമറിച്ച രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. ഈ രാജഭരണകാലത്ത് കൊച്ചി രാജാവ് തൃപ്പൂണിത്തുറ ക്ഷേത്രത്തിലേക്ക്, പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലേക്ക് നൽകിയതായിരുന്നു ഈ സ്വർണ്ണ കിരീടം. ഭഗവാന് നൽകിയ കിരീടത്തിലെ അമൂല്യ രത്നങ്ങൾ ഇതൊക്കെ വ്യാജമാണ്, അല്ലെങ്കിൽ അതൊരു കൃത്രിമ കല്ലുകളാണ് എന്ന് വരുത്തി തീർക്കാനുള്ള വ്യാപക പ്രചരണം ഈ 2003-ൽ കിരീടം കൊണ്ടുപോയ സമയത്ത് ദേവസ്വം ബോർഡ് നടത്തി എന്നുള്ളതായിരുന്നു ഭക്തരുടെ പരാതി. എന്തായാലും ക്രൈംബ്രാഞ്ച് അന്വേഷണമൊക്കെ തന്നെ അട്ടിമറിക്കപ്പെട്ടു. മാത്രമല്ല, ഈ 1.5 നൂറ്റാണ്ടെങ്കിലും പഴക്കമുള്ള ഭഗവാന്റെ സ്വർണ്ണ നെറ്റിപ്പട്ടം ഇത് 2016-ൽ ഒരുക്കി. അത് അന്നത്തെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്കടക്കം ഇതിൽ പങ്കാളിത്തമുണ്ട് എന്നുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ പരാതികളൊക്കെ അന്ന് തന്നെ വന്നിരുന്നു. പക്ഷേ ഇതിലും വലിയ രീതിയിലുള്ള കാര്യമായ അന്വേഷണം ഒന്നും നടന്നിരുന്നില്ല. ഈ സ്വർണ്ണക്കോലത്തിലെ മകുടത്തിൽ സ്വർണം പേരിന് മാത്രമാണ് എന്ന് അന്ന് ഹൈക്കോടതി നിയോഗിച്ച ഒരു കമ്മീഷൻ നിരീക്ഷകന്റെ സാന്നിധ്യത്തിലും കണ്ടെത്തിയിരുന്നു. എന്തായാലും ക്ഷേത്രത്തിലെ രത്നങ്ങളും സ്വർണവും ഉൾപ്പെടെ കോടികൾ വില വരുന്ന സ്വത്തുവകകൾ കൈകാര്യം ചെയ്തത് അലക്ഷ്യമായാണ് എന്ന് അന്ന് ഭക്തജനങ്ങൾ അടക്കമുള്ളവർ പരാതിപ്പെട്ടിരുന്നു. മാത്രമല്ല, പൂർണ്ണത്രയീശ സേവാ സംഘവും ഈ ഒരു പരാതിയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. എന്തായാലും വലിയ കൊള്ള, ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങളിലൊക്കെ വലിയ കൊള്ള നടക്കുമ്പോൾ ഇത്തരത്തിൽ ഈ പല ക്ഷേത്രങ്ങളിൽ, ഈ പൂർണ്ണത്രയീശ ക്ഷേത്രം കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ളതാണ്. ഇവിടെ നടക്കുന്ന സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് അന്ന് തന്നെ ഭക്തരും ഒപ്പം തന്നെ പൂർണ്ണത്രയീശ സേവാ സംഘവും ഒക്കെ പരാതി നൽകിയിട്ടും കാര്യമായ രീതിയിലുള്ള അന്വേഷണത്തിലേക്കൊന്നും പോയില്ല. എന്തായാലും ഈ പൂർണ്ണത്രയീശൻ്റെ സ്വർണവും അമൂല്യ രത്നങ്ങളും ഒക്കെ ഈ രീതിയിൽ നഷ്ടപ്പെട്ടു എന്ന് തന്നെയുള്ള പരാതികൾ ഉയരുമ്പോൾ കൃത്യമായ അന്വേഷണം, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം നടക്കുമ്പോൾ ഇത്തരത്തിൽ ഉള്ള അന്വേഷണം മറ്റ് പല ക്ഷേത്രങ്ങളിലും, ദേവസ്വം ബോർഡുകളുടെ കീഴിലുള്ള ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള സ്വർണ്ണക്കൊള്ള നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ പൂർണ്ണത്രയീശ ഭഗവാന്റെ സ്വർണവും അമൂല്യ രത്നങ്ങളും ഒക്കെ നഷ്ടപ്പെട്ടതിലും അന്വേഷണം വേണമെന്നാണ് ഭക്തരുടെ അടക്കം ആവശ്യം. തീർച്ചയായും നിഷ, സർവത്ര അഴിമതിയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഓരോരോ വാർത്തകളായി പുറത്തു വരുമ്പോൾ അതിലെ ദുരൂഹത നീക്കേണ്ടത് തന്നെയാണ്. കാരണം ആരും വിചാരിക്കാത്ത കാര്യം തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ പലതും നടക്കുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ശബരിമല സ്വർണ്ണപ്പാളി വിഷയം പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെയാണ് ജനം TV തന്നെ എത്രയോ വാർത്തകൾ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിലെ ഇത്തരം അഴിമതികളെക്കുറിച്ച് നമ്മൾ നിരന്തരം നൽകിക്കൊണ്ടിരിക്കുന്നതാണ്. എല്ലാ കാര്യത്തിലും ഇത്തരത്തിലുള്ള ദുരൂഹതകൾ നിഴലിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കേടുപാടുകൾ നീക്കുന്നതിന് വേണ്ടി എന്നൊക്കെ പറഞ്ഞ് പല അമൂല്യ വസ്തുക്കളും ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. പിന്നീട് അതിനെന്ത് സംഭവിച്ചു എന്നുള്ളത് യാതൊരു അന്വേഷണവുമില്ലാതെ തന്നെ നിലനിൽക്കുകയാണ്. ഇപ്പോൾ തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിൻ്റെ കാര്യത്തിലും, അത് സ്വർണ്ണ നെറ്റിപ്പട്ടം ഉരുക്കിയതിലായാലും സ്വർണ്ണ കിരീടത്തിലെ രത്നക്കല്ലുകൾ നീക്കിയതിലായാലും ആ ദുരൂഹതകൾ ഇപ്പോഴും നിഴലിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഭക്തരുടെ ആവശ്യമൊന്നും പരിഗണിച്ചുകൊണ്ട് ഒരു കൃത്യമായ അന്വേഷണത്തിലേക്കൊന്നും കടക്കുന്നില്ല. ഇത് മൂടിവെക്കപ്പെട്ടുകൊണ്ട് തന്നെ പോവുകയാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടതല്ലേ? രോഹിണി, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അതായത് 2003-ൽ ഈ സ്വർണ്ണ കിരീടം കൊണ്ടുപോയി അതിലെ രത്നങ്ങളടക്കം നീക്കം ചെയ്ത് പിന്നീട് അതൊരു അല്ലെങ്കിൽ കൃത്രിമ കല്ലുകളാണ് എന്ന് വരുത്തി തീർക്കാനായിട്ട് ദേവസ്വം ബോർഡ് വ്യാജ പ്രചാരണം നടത്തി. അന്ന് രാജകുടുംബം നൽകിയ കിരീടമാണ്, ഭഗവാന് നൽകിയ കിരീടമാണ്. ഒരിക്കലും അത്
കൃത്രിമക്കല്ലാവില്ല എന്ന് എല്ലാവർക്കും അറിയാമെങ്കിൽ പോലും അതിലെ അമൂല്യരത്നങ്ങൾ വ്യാജമാണ് എന്ന രീതിയിലുള്ള പ്രചരണം നടത്തി. അത് അന്നത്തെ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടുകൂടിയായിരുന്നു. അന്ന് തന്നെ പരാതികൾ ഉയർന്നിരുന്നു. ഈ കിരീടം മുംബൈയിലേക്ക് കൊണ്ടുപോയതായി ഭക്തജനങ്ങൾക്ക് അറിവ് ലഭിച്ചു. അന്നവർ പരാതി നൽകി, വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചു. പക്ഷേ ആ വിജിലൻസ് അന്വേഷണം കാര്യമായി നടന്നില്ല. ആ വിജിലൻസ് അന്വേഷണം പോലും അട്ടിമറിക്കുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോയി. അതിനുശേഷം പല രീതിയിൽ ഭക്തരുടെ ഭാഗത്തു നിന്ന് പ്രതികരണങ്ങൾ ഉണ്ടായെങ്കിലും അതൊക്കെ തന്നെ അടിച്ചമർത്തുന്ന രീതിയിലേക്കാണ് പോയത്. ഈ കിരീടത്തിലെ അമൂല്യരത്നങ്ങൾ നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട് യാതൊരു അന്വേഷണവും പിന്നീട് നടന്നില്ല. തീർച്ചയായും ഇത് അന്നത്തെ ദേവസ്വം ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടുകൂടി തന്നെയാണ് ഈ അമൂല്യരത്നങ്ങളൊക്കെ ഈ കിരീടത്തിൽ നിന്നും നീക്കം ചെയ്തിരിക്കുന്നത്. അതിനുശേഷമാണ് ഈ 2016 സ്വർണ്ണ കിരീടം ഉരുക്കാൻ കൊണ്ടുപോയത്. സ്വർണ്ണ കിരീടം ഉരുക്കി ആ സമയത്തും ഭക്തരുടെ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായിരുന്നു. ഭഗവാന്റെ സ്വർണ്ണ നെറ്റിപ്പട്ടം അത് 1.5 നൂറ്റാണ്ടോളം പഴക്കമുണ്ട്. കൊച്ചി രാജാവ് പൂർണ്ണത്രയീശ ഭഗവാന് നൽകിയതാണ് സ്വർണ്ണ നെറ്റിപ്പട്ടം. ഇത് ഉരുക്കിയതിലും വലിയ രീതിയിലുള്ള ക്രമക്കേട് നടന്നിട്ടുണ്ട്. ഇതിന് പിന്നീട് ഈ ഉരുക്കിയ ശേഷം എത്രത്തോളം സ്വർണ്ണമുണ്ട് എന്നുള്ള കാര്യത്തിലൊക്കെ ഭക്തർക്ക് പരാതികളുണ്ടായിരുന്നു. അതിൽ അന്വേഷണം വേണമെന്ന് പറഞ്ഞിരുന്നു. അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നതിനിടെയാണ് ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക ഉദ്യോഗസ്ഥൻ വന്ന് ഈ സ്വർണ്ണ നെറ്റിപ്പട്ടമടക്കം പരിശോധിച്ചിരുന്നു. പക്ഷെ അന്ന് അവിടുത്തെ ഈ സ്വർണ്ണക്കോലത്തിൽ പേരിന് മാത്രമാണ് സ്വർണം ഉണ്ടായിരുന്നത് എന്നുള്ള ഒരു കാര്യം ഹൈക്കോടതി അറിയിച്ചിട്ടുണ്ട്. പിന്നീട് അതിലൊന്നും യാതൊരു തരത്തിലുള്ള അന്വേഷണവും നടന്നിട്ടില്ല. വലിയ രീതിയിലുള്ള സ്വർണം തൃപ്പൂണിത്തുറ ക്ഷേത്രത്തിൽ നിന്നും പൂർണ്ണത്രയീശ ഭഗവാന്റെ സ്വർണ്ണ കിരീടത്തിലെയും ഒപ്പം തന്നെ സ്വർണ്ണ നെറ്റിപ്പട്ടത്തിലെയും ഒക്കെ സ്വർണം വലിയ രീതിയിൽ തന്നെ മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് അവിടുത്തെ ഭക്തജനങ്ങളടക്കം പരാതി ഉണ്ടായിരുന്നു. ഇത് ശരിയാണ് എന്ന് തെളിഞ്ഞതുമാണ്. പക്ഷേ അന്വേഷണം ഒരു രീതിയിലും മുന്നോട്ട് കൊണ്ടുപോകാനായി കഴിഞ്ഞില്ല. വിജിലൻസ് അന്വേഷണം അടക്കം അട്ടിമറിച്ചൊരു സാഹചര്യമുണ്ട്. എന്തായാലും ഈ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങളിൽ വലിയ രീതിയിലുള്ള സ്വർണ്ണക്കൊള്ള നടക്കുമ്പോൾ പൂർണ്ണത്രയീശ ഭഗവാന്റെ സ്വർണം എങ്ങോട്ട് പോയി എന്ന്, അല്ലെങ്കിൽ ആരാണ് അത് മോഷ്ടിച്ചതെന്ന് കണ്ടുപിടിക്കണമെന്നുള്ള ആവശ്യമാണ് ഭക്തജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉയരുന്നത്. രോഹിണി. ശരി, നിഷാ ദിലീപാണ് വിവരങ്ങൾ നൽകിയത്. ഓരോ ദിവസവും പുറത്തു വരുന്ന വാർത്തകൾ ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ്. ക്ഷേത്രകാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ വരുന്നത്.